ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീത മനുഷ്യവംശത്തിന് കിട്ടിയ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജീവിതശാസ്ത്രമാണ്. ഇത് ശരിക്കും നാം ഒരു ഉൾക്കാഴ്ചയോടുകൂടി സ്വീകരിക്കുകയാണെങ്കിൽ ഒരു വലിയ പരിവർത്തനം തന്നെ മാനവരാശിക്ക് ഉണ്ടാക്കാൻ ഗീതയിലൂടെ സാധിക്കും. കാരണം അത്ര പ്രൊഫൗണ്ട് വിസ്ഡം, അത്ര ഡീപ്പ് നോളജ് ആണ് കൃഷ്ണൻ നമുക്ക് പങ്കുവയ്ക്കുന്നത്. അതും പ്രായോഗികമാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇത് അനുവർത്തിക്കാൻ സാധിക്കും. നമുക്ക് തന്നെ നമ്മളെ ഉയർത്തിയെടുക്കാൻ പറ്റും. ഒരാളെയും ആശ്രയിക്കേണ്ടതില്ല. അത് നിങ്ങളുടെ ദുഃഖങ്ങളെ, നിങ്ങളുടെ വിഷമങ്ങളെ നിങ്ങൾക്ക് സ്വയം പരിഹരിക്കാൻ പറ്റും. അതിന് നിങ്ങളെ പ്രാപ്തമാക്കുക, കഴിവുള്ളവരാക്കുക. ഈ ഒരു പ്രക്രിയയ്ക്ക് നമുക്ക് അടിസ്ഥാനമായിട്ട് വേണ്ടത് നോളജ് വേണം, അറിവ് വേണം. നമ്മളെക്കുറിച്ച് അറിവ് വേണം. ഈ അറിവാണ് ഗീതയുടെ ഫൗണ്ടേഷൻ. അതുകൊണ്ട് ഗീത എന്ന് പറയുന്നത് ആദ്യം ആത്മജ്ഞാനമാണ്, സെൽഫ് നോളജാണ്. നമുക്ക് നമ്മളെക്കുറിച്ച് അറിയണം. അപ്പം എന്താണ് നമ്മളെക്കുറിച്ച് അറിയാനുള്ളത് എന്നാണെങ്കിൽ, പൊതുവേ നമ്മളൊക്കെ ഇത് അറിയും എന്ന രീതിയിൽ ജീവിച്ചു പോവുകയാണ്. നമ്മളെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഫിസിക്കൽ എൻറ്റിറ്റി ആയിട്ട് എടുത്തിരിക്കുന്നത്. ശരീരവും ആ ശരീരത്തിൻ്റെ ഉള്ളിലൊരു മനസ്സും, അങ്ങനെയൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ മാറ്റണം. നമ്മളെന്ന് പറയുന്നത് നാം ഒന്ന് ഉള്ളിലേക്ക് നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാം. രാവിലെ ഉണർന്നു വരുന്ന നിമിഷം മുതലാണ് ഞാനുള്ളത്. അപ്പോൾ ബോധമനസ്സ് ഉണർന്നതിന് ശേഷമാണ് ശരീരം പോലും ഉണരുന്നത്. അപ്പോൾ ഈ ശരീരം വാസ്തവത്തിൽ ഉണർത്തുന്നതും പ്രവർത്തിപ്പിക്കുന്നതും ഒക്കെ ഈ ബോധമനസ്സാണ്. ഇപ്പം ഞാൻ നടക്കണം എന്ന് തീരുമാനിക്കുന്നത് എൻ്റെ ബോധമനസ്സാണ്. ശരീരം നടക്കുകയാണ്. അപ്പോൾ ഒന്നിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് മറ്റത് പ്രവർത്തിക്കുകയാണ്. ഇപ്പം ഞാൻ എൻ്റെ കൈ ഉയർത്തണം, ആ ഉയർത്തണം എന്നുള്ള തീരുമാനം ബോധമനസ്സിൻ്റെയാണ്. പിന്നെ കൈ താഴെ വെക്കണം. ഇനി എൻ്റെ ആ ബോധമനസ്സ് തീരുമാനിക്കാൻ ഞാൻ കൈ താഴ്ത്തുന്നില്ല, അപ്പോൾ കൈ അവിടെ തന്നെ നിൽക്കും. അപ്പോൾ ഈ കൈ പ്രവർത്തിക്കുന്ന, കൈ മീൻസ് ഓൾ നമ്മുടെ സെൻസ് ഓർഗൻസ്, നമ്മുടെ ഹോൾ ബോഡി പ്രവർത്തിക്കുന്നതിന് കാരണം അണ്ടർ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ദി കോൺഷ്യസ് മൈൻഡ്. അത് നിങ്ങൾക്ക് സമ്മതിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ ആ ബോധമനസ്സ്, അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴല്ലേ നമ്മളെക്കുറിച്ച് പഠിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് കാര്യമായിട്ട് അറിവുണ്ടോ? അപ്പോഴാണ് നാം അറിയുന്നത് നമുക്ക് നമ്മളെക്കുറിച്ചൊന്നും അറിയില്ല. നാം അറിയുന്നതൊക്കെ ഞാനൊരാണാണ്, അല്ലെങ്കിൽ ഒരു പെണ്ണാണ്, എനിക്ക് ഇത്ര വയസ്സായിട്ടുണ്ട്, എനിക്കിതാണ് ജോലി, ഇതാണ്. നമ്മളുടെ ഒരു ഫിസിക്കൽ എൻറ്റിറ്റി, നമ്മുടെ ഒരു കുറേ പ്രൊഫഷനോ ക്വാളിഫിക്കേഷനോ മാത്രമേ നമുക്കറിയുള്ളൂ. പക്ഷേ ഹൂ ഈസ് ദിസ് കോൺഷ്യസ് മൈൻഡ്? ഞാനെന്ന് പറയുന്ന ഒരു കോൺഷ്യസ് മൈൻഡ് എന്താണ്? അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ ഭഗവത്ഗീത നിർബന്ധമായിട്ട് വേണം. കാരണം ഭഗവത്ഗീത കാണിച്ചു തരുന്ന ഒരു ഡയറക്ഷനിലൂടെ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് നാം ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഗീത ആദ്യം നിങ്ങൾക്ക് കാണിച്ചത് ഹൂ ആർ യു, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ വ്യക്തിത്വം എന്താണ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണ്, നിങ്ങളെന്ന് പറയുന്ന ആ എൻറ്റിറ്റി എന്താണ്. ഞാൻ 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 നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ ഈ ഞാൻ ആരാണ്? അപ്പം അത് നമുക്ക് വ്യക്തമായാൽ, ഞാനെന്ന് പറയുന്നത് ബോധമനസ്സാണ്. ഇനി വാട്ട് ഈസ് ദിസ് ബോധമനസ്സ്? ബോധമനസ്സെന്ന് പറഞ്ഞാൽ ഊർജ്ജമാണ്, എനർജിയാണ്. ബോധം ഒരു എനർജിയാണ്. അതിന് രൂപമില്ല, മനസ്സിനും രൂപമില്ല. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ചിന്തകളാണ്. അപ്പോൾ ആ ബോധമനസ്സുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ നാം കൊണ്ടു നടക്കുന്നത്. ഈ ബോധമനസ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ജീവിതത്തെ മാറ്റിയെടുക്കാം. നമ്മൾ ആ ബോധമനസ്സിനെ അല്ല മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പകരം നാം നമ്മുടെ വിഷമങ്ങളൊക്കെ അവിടെ അടക്കി വയ്ക്കുന്നു, അമർത്തി വയ്ക്കുന്നു. നമുക്ക് തോന്നുന്ന വികാരങ്ങളൊക്കെ പെട്ടെന്നെടുത്ത് പറഞ്ഞ് പങ്കുവെക്കുന്നു. നമുക്ക് ദേഷ്യം വന്നാൽ പങ്കുവെക്കുന്നു, കാമം ക്രോധമൊക്കെ പങ്കുവെക്കുന്നു. ഇതെല്ലാം പിന്നീട് നമുക്ക് ദുരന്തങ്ങളായി വരുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നു. അപ്പം നമ്മുടെ ബോധമനസ്സിന് തോന്നുന്നത് എക്സ്പ്രസ് ചെയ്യുക, നമുക്ക് ഇഷ്ടമില്ലാത്തത് വന്നാൽ തളരുക. ഇതാണ് പൊതുവെ ആളുകൾ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാക്കണം. എന്താണ് പകർന്നു കൊടുക്കേണ്ടത്? എങ്ങനെയുള്ള ദുരിതങ്ങൾ വന്നാലും എങ്ങനെ അതിനെ നമ്മൾ അഭിമുഖീകരിക്കണം? ഇതൊക്കെ നമ്മുടെ ബോധമനസ്സിനെ നമ്മൾ പരിശീലിപ്പിച്ചെടുത്താൽ നല്ലത് പങ്കുവയ്ക്കാനും പറ്റും. ഏത് ദുരന്തങ്ങളെയും നമുക്ക് ഓവർകം ചെയ്യാനുള്ള സ്ട്രെങ്ത്, കറേജ്, സ്പിരിറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ജീവിതം വേറൊരു ലെവലിൽ കൊണ്ടു നടക്കാം. നമ്മൾ പറയില്ലേ ആൾ വേറൊരു ലെവലാണ്. ഇതുപോലെ നമ്മുടെ ജീവിതം നമുക്കൊരു മറ്റൊരു തരത്തിൽ, മറ്റൊരു ലെവലിൽ നമുക്ക് ഉയർത്തിയെടുക്കാൻ പറ്റും. അപ്പം അതിനുള്ള
ഒരു പ്രിപ്പറേഷൻസാണ്, വഴികളാണ് കൃഷ്ണൻ ഗീതയിലൂടെ കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ് ഗീത ഒരിക്കലും ഒരു മതത്തിൽ ഒതുങ്ങി നിൽക്കാത്തത്. ഇത് മാനവരാശിയുടെ മുഴുവൻ ശാസ്ത്രമാണ്. നോക്കൂ, ഇവിടെ നിങ്ങളെ ഇതൊന്നും രഹസ്യമായി പഠിപ്പിക്കേണ്ടതല്ല. പല വിദ്യാലയങ്ങളും രഹസ്യതയിൽ നടക്കുന്നതാണ്. അപ്പോൾ ഇവിടെ രഹസ്യമില്ല, ഇതെല്ലാം പരസ്യമാണ്. കാരണം ഇതൊരു മതത്തിനും എതിരല്ല. മറ്റത് ഞങ്ങളുടെ മതം മാത്രം ശരി, ബാക്കിയുള്ളവരൊക്കെ ശത്രുക്കളാണ്, അവരെയൊക്കെ കൊല്ലണം, എന്നാലേ നമ്മുടെ മതത്തിനിവിടെ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള കുടിലതയും ഇവിടെ ഇല്ല. ഇവിടെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഇവിടെ ആണായാലും ശരി പെണ്ണായാലും ശരി അവരോടൊക്കെ പറയുന്നത് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ മാനസികമായി ഉയർത്താൻ പറ്റും. അതിന് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ മനസ്സിനെ മാനേജ് ചെയ്യാനുള്ള ഒരു അറിവ്, കഴിവ്, അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ ഗീത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവനെ അറിയാനുള്ള വിദ്യയും ആ അറിവോട് കൂടിയിട്ട് അവനവനെ എങ്ങനെ കൊണ്ടു നടന്നാലാണ്, മാനേജ് ചെയ്താലാണ് നമ്മളിൽ നിന്ന് ദ ബെസ്റ്റ് പേഴ്സണാലിറ്റി പുറത്തു വരിക. എന്ത് തന്നെ ദുരിതങ്ങൾ വന്നാലും അതിനെ അഭിമുഖീകരിക്കാനുള്ള, ഓവർകം ചെയ്യാനുള്ള സ്ട്രെങ്ത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. ഇതാർക്കാണ് വേണ്ടാത്തത്? ഇത് ഹിന്ദുക്കൾക്ക് മാത്രം മതിയോ? ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടേ? ക്രിസ്ത്യൻസിന് വേണ്ടേ? അതുകൊണ്ടാണ് ഇതൊരു ഹ്യൂമൻ സയൻസ് എന്നതിനെ വിളിക്കുന്നത്. ഇതൊരു ഹ്യൂമൻ സയൻസാണ്, അല്ലാതെ ഇതൊരു ഹിന്ദു സയൻസിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ലോകത്തിന് കൃഷ്ണൻ തന്ന ഏറ്റവും വലിയ സംഭാവനയാണ് ഭഗവത്ഗീത. അതുകൊണ്ട് നാം ഓരോരുത്തരും ഇത് പഠിക്കുകയും വേണം, പ്രചരിപ്പിക്കുകയും വേണം. ഇപ്പോൾ നാം എത്തി നിൽക്കുന്നത് ഗീതയിലെ 3-ാം അധ്യായത്തിൽ 26-ാം ശ്ലോകമാണ്. ഞാൻ കഴിഞ്ഞ 2 ക്ലാസ്സിൽ അത് പറയണ്ടേ, എങ്കിലും ഒന്നുകൂടി ഈ ശ്ലോകം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നോക്കാം ആ ശ്ലോകം ഒന്നുകൂടി. ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഖിനാം ജോഷയേ സർവകർമാണി വിദ്വാൻ യുക്തസമാചരൻ. ഈ ശ്ലോകത്തോട് എനിക്ക് വലിയ ഒരു താല്പര്യമാണ്. കാരണം കൃഷ്ണൻ്റെ ആ വലിയ മനസ്സിന് മുന്നിൽ ഞാൻ നമിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഖിനാം. ആരെയും ബുദ്ധിഭേദമുണ്ടാക്കരുതെന്ന് കൃഷ്ണൻ പഠിപ്പിക്കുന്നു. ഈ കാര്യത്തിലുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഭാരത ഋഷിവര്യന്മാരെ പോലെ മഹാശ്രേഷ്ഠന്മാരായ പ്രതിഭകൾ ലോകത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ മനസ്സിൻ്റെ പ്രകൃതിയെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠനം നടത്തിയവരാണ് അവർ. വെറുതെ വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞ് നമ്മളെ ഒരു തരത്തിലും അന്ധവിശ്വാസത്തിലേക്ക് അവർ നയിച്ചിട്ടില്ല. ആളുകൾ പല അന്ധവിശ്വാസങ്ങളിൽ കുരുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവരവരുടെ കുഴപ്പം കൊണ്ടായതാണ്. ശാസ്ത്രം ഒരിക്കലും അന്ധവിശ്വാസത്തിലേക്ക് നയിച്ചിട്ടില്ല. ഗീത ഒരിക്കലും ഒരു അന്ധവിശ്വാസത്തെ പഠിപ്പിക്കുന്നില്ല, അന്ധവിശ്വാസത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഇവിടെ കൃഷ്ണൻ ഋഷിവര്യന്മാർ കാണിച്ചു തന്ന ഒരു മാർഗത്തെ പിന്തുടർന്നുകൊണ്ട് പറയുന്നു ന ബുദ്ധിഭേദം ജനയേത്. അപ്പം എന്താണ് ഈ ബുദ്ധിഭേദം? അജ്ഞാനം കർമ്മസംഖ്യന. വളരെ ശ്രദ്ധിക്കൂ, ഇത് ഈ വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഓരോ മനസ്സും വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. 3 ഗുണത്താൽ സമ്മേളനത്താൽ സമ്മിശ്രിതത്താൽ സ്വാധീനിക്കപ്പെട്ടിരിക്കണം. അതായത് നമ്മുടെ മനസ്സിൽ 3 ഗുണങ്ങളുണ്ട് എന്നർത്ഥം. ഈ ഗുണങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന സദ്ഗുണങ്ങൾ അങ്ങനെയുള്ളതല്ല. ഇവിടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായി തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. തമോ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ലോവർ നേച്ചറാണ്. നമ്മളിലെ ആലസ്യം, ലതാർജി, ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് സമയം കളയുന്ന ആ ഒരു മാനസിക അവസ്ഥയുടെ പേരാണ് തമോ ഗുണം. ഇപ്പം ഈ തമോ ഗുണമുള്ളവരുടെ ബ്രെയിൻ സിസ്റ്റം, അതായത് ഇൻ്റലക്ച്വൽ സിസ്റ്റം വളരെ ഡള്ളാവും. കാരണം അവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവില്ല. കാരണം അലസതയാണ് അവരുടെ നേച്ചർ. അപ്പോൾ വളരെ അൺഇൻ്റലിജൻറ്റ് നമ്മൾ പറയാറില്ലേ, വളരെ മൂഢബുദ്ധി എന്നൊക്കെ പറയുന്നില്ലേ, ആ അവസ്ഥയിൽ ഇപ്പോൾ സ്കൂളിലെ ടീച്ചർമാർക്ക് കാണാൻ പറ്റും ഇങ്ങനെയുള്ള കുട്ടികളെ. ബിലോ ആവറേജ് എന്നൊക്കെ പറയുന്ന ഒരു തരം കുട്ടികളുണ്ട്. അതായത് വളരെ ഡള്ളാണ്, എന്ത് പറഞ്ഞാലും തലയിൽ കയറാത്തൊരു സാധനം. അത് ഒരു തമാശയായിട്ട് ഒരാൾ പറഞ്ഞതായിരിക്കാം, എന്നാലും എനിക്കത് വളരെ സന്തോഷം തോന്നി. ഞാനിങ്ങനെ ഗീതാ ക്ലാസ് എടുക്കുമ്പോൾ ഒരു ജോക്ക് ഒരു ആൾ പറഞ്ഞതാണ്. ഇത് ക്ലാസ്സിൽ അധ്യാപകൻ പഠിപ്പിക്കുകയാണ്, 5-ാം ക്ലാസ്സിൽ 6-ാം ക്ലാസ്സിലെ 2+2 = എത്രയാണെന്ന് പോയി ബ്ലാക്ക് ബോർഡിൽ എഴുതണം. അപ്പോൾ അദ്ദേഹം 2 എഴുതി
+2 എന്ന് എഴുതി = എത്രയാണ്. അപ്പോൾ ഈ വിളിച്ചതൊരു പൊട്ടനെയാണ്. ഈ പൊട്ടന് വലിയ ബുദ്ധിയില്ല. അവൻ അധ്യാപകൻ കാണാതെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് നോക്കി, എന്താ പറയുക. അപ്പോൾ അവനിങ്ങനെ കാണിച്ചു കൊടുത്തു, എടാ 2 കുട്ടിയെ 4 എന്ന്. ഈ പൊട്ടൻ പോയിട്ട് കൈയുടെ ചിത്രം വരച്ചിട്ട് വിരൽ മടക്കി വെച്ചിട്ട് 4 വിരൽ വരച്ച് വെച്ചിട്ട്. അപ്പോൾ അധ്യാപകൻ ചോദിച്ചത് എന്താണ്? അപ്പം പറഞ്ഞു 2 കുട്ടികൾ ഇതാണ്, അതാണ്. അപ്പോൾ അവൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തോ അതേപോലെ ചിത്രം വരച്ച് വെച്ചു എന്ന് പറഞ്ഞ പോലെ ഈ തരത്തിൽ ഡള്ളായിട്ടുള്ള ഒരാൾക്ക് എന്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ്? അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറഞ്ഞത് പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല, കാരണം തലയിൽ കയറില്ല. കാട്ടുപോത്തിന് എന്ത് മനസ്സിലാവും? അതേപോലെ തന്നെ നമ്മൾ പണ്ടുള്ളവർ പറയും ശൂദ്രൻ്റെ കാതിൽ വേദം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ശൂദ്രൻ എന്ന് പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ജാതി കൊണ്ടേ അല്ല. 4-ാം അധ്യായത്തിൽ വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് കാണാം. 4-ാം അധ്യായത്തിൽ കൃഷ്ണൻ അത് വളരെ വിസ്തരിക്കുന്നുണ്ട്. ആരാ ശൂദ്രൻ? ശൂദ്രൻ എന്ന് പറഞ്ഞാൽ അലസനായിട്ടുള്ളവനാണ്. ശോചതി ഇതി ശൂദ്ര എന്നാണ്. അതായത് ഒരു കാര്യം പറഞ്ഞാൽ പരാതി പറയുന്ന ടൈപ്പ്. എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല, എന്നോട് പറയണ്ട, ഞാൻ നന്നാവില്ല, ഈ തരത്തിലൊക്കെ ഉള്ള പരാതി പറയുന്ന ടൈപ്പ് ആളുകളെയാണ് ശൂദ്രൻ എന്ന് പറയുക. അപ്പോൾ ഈ ശൂദ്ര സംസ്കാരം വന്നാൽ, അതായത് അലസ സ്വഭാവം വന്നാൽ എന്താ കുഴപ്പമെന്നറിയോ? അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. 14-ാം അധ്യായത്തിൽ ഡീറ്റെയിലായിട്ട് കൃഷ്ണൻ അതിലൂടെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തികളെ മാനേജ് ചെയ്യാൻ വളരെ പ്രയാസമാണ് മറ്റുള്ളവർ. കാരണം ഒരിക്കലും അവർ ഒരു സമൂഹത്തിലൊരു ഉയർന്ന തലത്തിലേക്ക് എത്തില്ല. അവർ പുറകിലേക്ക് പോകും. അപ്പോൾ അവരെ മുന്നോട്ട് നയിക്കുക ഏറെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പല സ്കൂളുകളും അങ്ങനെയുള്ള കുട്ടികളെ എടുക്കാത്തത്. ഇത് വളരെ ഒരു ഗൗരവമുള്ള വിഷയമാണ്. കാരണം ഇന്ന് പല ഹൈ സ്റ്റാൻഡേർഡ് സ്കൂളുകളിലൊക്കെ മാർക്ക് നോക്കിയിട്ട് അവർ കുട്ടികളെ എടുക്കുന്നതിൻ്റെ കാരണം വെച്ചാൽ ബിലോ ആവറേജ് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ പറയും ഞങ്ങളുടെ സമയം നമ്മൾ വേസ്റ്റ് ചെയ്യണം. ഇപ്പം ഇവിടെ ഒരു കാര്യം നമുക്ക് അറിയണം, പ്രത്യേകിച്ച് എനിക്ക് പാരൻസിനോട് പറയാനുള്ളത്, ഈ കുട്ടികളിലെ ആലസ്യത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതവരുടെ ജീവിതത്തിൻ്റെ ടോട്ടൽ ഫെയിലിയറാണത്. കാരണം എവിടെയും അവരൊരു അഡ്ജസ്റ്റബിൾ ആവില്ല. അവർ കല്യാണം കഴിച്ചാലും ആ ഭാര്യയ്ക്കും കുടുംബത്തിനും അവർ ശാപമാണ് ആ വ്യക്തി. ഒരു പണിയെടുക്കാതെ അലസനായിട്ടിരുന്നാൽ കുറേ കഴിഞ്ഞാൽ മടുപ്പ് വരും. ഒരു സാച്ചുറേഷൻ വന്നേ പറ്റുള്ളൂ. ഇതുപോലെ ആ വ്യക്തിയിലും വെറുതെ ഇരുന്ന് കുറേ കാലം ഇരിക്കുമ്പോൾ ജീവിതത്തിൽ വലിയൊരു മട്ടുപ്പും വിരസതയും വരും. എന്നാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ആവുന്ന കാലത്തൊന്നും ചെയ്തിട്ടില്ല. ഇത്തരം ആളുകളുടെ ഒരു ലേറ്റർ ലൈഫ് എന്ന് പറയുന്നത് ഒരു സൂയിസൈഡൽ ടെൻഡൻസിയാണ്. കാരണം അവരെ ആർക്കും വേണ്ട, അവരോട് ആരും സ്നേഹം. കാരണം ഈ അലസന്മാരെ ആര് പരിഗണിക്കും? ഇപ്പം ഞങ്ങളൊന്നിനും കൊള്ളില്ല, ഞാനൊന്നിനും പറ്റാത്ത ഒരാളാണ്. ഈ അപകർഷതാബോധം അവരെ പലപ്പോഴും വഴിതെറ്റിക്കുന്നതിലെത്തിക്കും. ഇത് പലപ്പോഴും കുട്ടികൾ വഴിതെറ്റി മദ്യത്തിലും കഞ്ചാവിലൊക്കെ ചേരുന്നത് ഇത്തരം ആളുകളാണ്. അപ്പം അതുകൊണ്ട് ഈ ആലസ്യം കുട്ടികളിൽ നിന്ന് മാറ്റാൻ പണ്ടുള്ളവർ പറഞ്ഞിരിക്കുന്ന ഒരു വഴിയാണ് രാവിലെ എണീറ്റ് ക്ഷേത്ര പ്രദക്ഷിണം. അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അമ്മമാർ അച്ഛന്മാർ കുട്ടികളെ അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോയി കുറച്ച് നേരം പ്രദക്ഷിണമൊക്കെ വെച്ച് പോകുന്ന വഴിക്ക് കഥകളൊക്കെ പറഞ്ഞെടുത്ത് അവരിലെ ആലസ്യഭാവത്തെ ക്രമേണ പരിവർത്തനം വരുത്തണം. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കുക. ആക്ഷൻ കൊണ്ടേ ഇനാക്ഷൻ മാറ്റാൻ പറ്റുള്ളൂ. ഇപ്പം ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, അതായത് ഒരു മോഷൻ കൊണ്ട് ഒരു സ്റ്റാറ്റിക് ആയതിനെ മൂവ് ചെയ്യിക്കാം. അപ്പോൾ ഒന്ന് അവിടെ നിൽക്കുന്നതിനെ ഒരു പുഷ് കൊടുത്തു കഴിഞ്ഞാൽ മൂവ് ചെയ്യുന്ന പോലെ ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഈ അലസ മനസ്സിനെ അച്ഛനമ്മമാരുടെ പ്രേരണ കൊണ്ട്, പ്രചോദനം കൊണ്ട് അങ്ങനെ ആ മനസ്സ് ക്രമേണ കർമ്മനിരതമാകുമ്പോൾ പിന്നീട് അതിലെ ആലസ്യം ക്രമേണ പോയി കിട്ടും. അപ്പോൾ ഈ ആലസ്യമുള്ളവരുടെ പെർഫോമൻസ് വളരെ മോശമായിരിക്കും. ആലസ്യക്കാർക്ക് ഒരു കാര്യവും പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അവരുടെ ബ്രെയിനിൽ ഒരു ഫാസ്റ്റ്നെസ്, പെട്ടെന്ന് ഇൻ്റലിജൻസ് കണക്ട് ചെയ്യില്ല. ഒരു കാര്യത്തിൻ്റെ സൊല്യൂഷൻ എന്താണ്, ഇതിനെങ്ങനെയാണ് സോർട്ട് ഔട്ട് ചെയ്യുക. ചിലവർക്കുണ്ടല്ലോ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ പെട്ട ബ്രെയിൻ കണക്ട് ചെയ്യും ഓരോ കാര്യം. ഈ അൺഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകളിൽ ഈ ഡള്ളസ് കാരണം അവരെ ബ്രെയിൻ പ്രോപ്പർലി ആക്റ്റീവ് ആവില്ല. അതുകൊണ്ടോ എഫിഷ്യൻസി കുറയും, ഡിസിഷൻ പവർ കുറയും. അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഒരു ഉന്നത ജോലിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഫയലും നീങ്ങില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ റിസർവേഷൻ സിസ്റ്റം മാറ്റണം.
ഇനി വേണ്ടത് റിസർവേഷൻ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും കഴിവിന്, എക്സലൻസ്, അവരുടെ ആളുകളോടുള്ള പെരുമാറ്റം, അവരൊരു ഫയൽ എത്ര വേഗം തീർക്കുന്നു, അവരുടെ പെർഫോമൻസ്, അതിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യും. കാരണം അവിടെ പെർഫെക്ഷൻ ഉണ്ട്, പെർഫോമൻസ് ഉണ്ട്, അവിടെ കൂടുതൽ പ്രോഗ്രസ് ഉണ്ട്. നേരെ മറിച്ച് ഡള്ളായിട്ടുള്ളൊരു സൊസൈറ്റിയിൽ പ്രോഗ്രസ് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ക്ഷേത്രങ്ങളുടെ ആദ്യത്തെ ധർമ്മം എന്ന് പറയുന്നത് തമോ ഗുണത്തെ മാറ്റലാണ്. തമോ ഗുണം മാറണമെങ്കിൽ രജോ ഗുണം കൊണ്ടേ പറ്റും. ആക്ഷൻ കൊണ്ടേ ഇനാക്ഷൻ, ഇനേർഷ്യ മാറ്റാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് വളരെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിലോ യോഗയിലേക്കൊക്കെ ചേരുക, കുട്ടികളെ കാലത്ത് മുതൽ കുറച്ച് സൂര്യ നമസ്കാരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ ആ ബ്രെയിൻ ആക്റ്റീവാക്കുക, അവരുടെ പ്രാണശക്തി ഉണർത്തുക, അവരുടെ ഊർജ്ജശക്തി ഉണർത്തുക. അപ്പോൾ അവരിലെ ആ ഡൾനെസ് ക്രമേണ 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 പോയി കിട്ടും. നമുക്ക് പൂർവികന്മാർ ചെയ്തു വെച്ചത്. അപ്പം അതുകൊണ്ട് നമ്മുടെ പൂർവികന്മാർ വേദത്തിൻ്റെ ആദ്യ ഭാഗം കർമ്മകാണ്ഡം എന്ന് വിളിച്ചു. കർമ്മകാണ്ഡം എന്ന് പറഞ്ഞാൽ പല യജ്ഞങ്ങൾ, ഹോമങ്ങൾ, പൂജകൾ, ഇതൊക്കെ എന്തിനാണ് ആദ്യ ഭാഗത്ത് വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആലസ്യം മാറണമെങ്കിൽ ആക്ഷൻ വേണം. അപ്പോൾ ആക്ടിവിറ്റികളിലൂടെ ഒരാളിലെ ആലസ്യത്തെ മാറ്റുക. അപ്പോൾ അഗ്നിഹോത്രം ചെയ്യാൻ പറയുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യൂ, അത് ചെയ്യൂ പിന്നുള്ള ഒരു തരത്തിൽ ചിട്ടപ്പെടുത്തിക്കൊണ്ടുള്ള പല കർമ്മങ്ങളും, കർമ്മം എന്ന് പറഞ്ഞാൽ മരിച്ചവർക്കുള്ള ക്രിയയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ദൈവീകമായ പൂജാതി യജ്ഞ ഹോമാദി കർമ്മങ്ങളൊക്കെ. ഇനി അതല്ലെങ്കിൽ രാവിലെ എണീറ്റ് നടന്നാൽ, നമ്മൾ ഇന്നത്തെ കാലത്ത് ഇപ്പം പൂജ ഹോമം ചെയ്യണമെന്നില്ലെങ്കിൽ രാവിലെ എണീറ്റ് വാക്കിങ്ങിന് പോവുക. അപ്പം ആ കുട്ടികൾ ആ രീതിയിൽ അച്ഛനമ്മമാർ ഡെവലപ്പ് ചെയ്തുകൊണ്ടുവരും. അപ്പോൾ അവരിലെ ആ ഇനേർഷ്യ, ആലസ്യം പോയി കിട്ടും. ഇനി രണ്ടാമത്തെ സ്റ്റേജാണ് മനസ്സ് ആക്റ്റീവായി കഴിഞ്ഞാൽ അടുത്തൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് വളരെയധികം എന്താ പറയുക, റിയാക്റ്റീവാണ് പലർക്കും. കാരണം അവരുടെ ഉള്ളിൽ തോന്നുന്ന അപ്പടി വിളിച്ചു പറയുക, അവർക്ക് തോന്നുന്ന വികാരം അവർ കാണിക്കുക. അപ്പം ആ തരത്തിൽ നമ്മൾ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഒരു കുഴപ്പമുള്ളത്? മറ്റുള്ളവരുമായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ അത്തരം ആളുകൾക്ക് പ്രശ്നവും കുറേ കഴിഞ്ഞാൽ. നമുക്ക് തോന്നിയതുപോലെ പെരുമാറാൻ പറ്റുന്നൊരു സൊസൈറ്റി അല്ല ഇത്. ഇവിടെ ഒരു ടോട്ടാലിറ്റിയിൽ നമ്മളിങ്ങനെ നമ്മുടെ റോൾ അഭിനയിക്കുന്നത് മാത്രം. അപ്പം നമുക്ക് തോന്നിയതൊക്കെ എനിക്ക് ഫ്രീഡം വേണം. അപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഞങ്ങൾക്ക് എന്തും പറയാനുള്ള ഫ്രീഡം വേണം, എന്തും എഴുതാനുള്ള ഫ്രീഡം വേണം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ട്വിറ്റർ ആയാലും ശരി, വാട്സാപ്പ് ആയാലും ശരി, ഫേസ്ബുക്ക് ആയാലും ശരി, സെൻട്രൽ ഗവൺമെൻറ് ലോക്ക് ഇട്ടു. നിങ്ങൾ ഇന്ത്യൻ ഭരണഘടന പ്രകാരമുള്ള നിയമം ഫോളോ ചെയ്യണം. ഇവിടെ പല നാഷണൽ ഇഷ്യൂസ് വരുന്നുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ സെക്യൂരിറ്റി കാര്യങ്ങൾ. അപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റിയെ ത്രട്ടൺ ചെയ്യുന്ന ഒരു കാര്യം ഒരാൾക്കും ഫ്രീഡം കൊടുക്കാൻ പറ്റില്ല. ഫ്രീഡം ഡസൻ മീൻ ആൻ അബ്സല്യൂട്ട് ഫ്രീഡം. അതിനൊരു കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അത് കുറേ നിയമങ്ങൾക്ക് വിധേയമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ആളുകൾക്ക് എന്തും തോന്നിയത് വിളിച്ചു പറയാൻ പറ്റില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. പണ്ടൊക്കെ എന്തും പറയാമായിരുന്നു, എന്തും പോസ്റ്റ് ചെയ്യാമായിരുന്നു. ഇനിയിപ്പോൾ പോസ്റ്റ് ചെയ്താൽ ആരാ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടുപിടിക്കാൻ വ്യവസ്ഥയുണ്ട്. അപ്പോൾ അവൻ്റെ സ്കൂൾ പിന്നീട് പൂട്ടിക്കൊടുക്കും ഗവൺമെൻറ്. അവന് കടക്കൽ തന്നെ അവർ വെക്കും കാര്യങ്ങൾ. കാരണം എന്തും പറയുക എന്നുള്ളത് നമുക്ക് തോന്നിയതുപോലെ ഒന്നും പഠിച്ച് മനസ്സിലാക്കാതെ പറയുന്ന ഒരു സംസ്കാരം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ മാറി വരണം. മേ ബി നമുക്ക് ഇനീഷ്യലി നമ്മളൊക്കെ എടുത്തുചാട്ടക്കാരാണെങ്കിലും ഗ്രാജ്വലി നമുക്ക് കുറച്ചൊരു മെച്യൂരിറ്റി വേണം. ഏത് കാര്യത്തെ നമ്മൾ എടുത്ത് മനസ്സിലാക്കി പറയണം. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം അടുത്ത കാലത്ത് നിങ്ങൾ കണ്ടു ലക്ഷദ്വീപിൽ കുറേ റിഫോംസ് വരുത്തണമെന്ന്. എന്നിട്ട് അതിനു വേണ്ടി ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പോലും, ഞാൻ കോൺഗ്രസ്സുകാരെ എടുത്ത് പറയാൻ കാരണം വെച്ചാൽ കോൺഗ്രസ്സിനെ എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഗാന്ധിജിയുടെ ഫോളോവേഴ്സ് എന്ന് പറയുന്ന ആ കോൺഗ്രസ്സുകാർ എത്രയോ കേരളം ഭരിച്ചിട്ട് ഗാന്ധിജിയുടെ പ്രതിമ പോലും അവിടെ വെക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല എന്നാണ് ഇപ്പോൾ വാർത്തകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. എന്നിട്ട് ഇപ്പോൾ അവരാണ് സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ സേവ് ലക്ഷദ്വീപ് തന്നെയാണ്. ഞാനും അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആരിൽ നിന്ന് സേവ് ചെയ്യണം? അവിടെ നമുക്ക് സമ്പത്ത് വരണം, അവിടെ ദാരിദ്ര്യം ഉണ്ടാവരുത്. അവിടെ ജനങ്ങൾ ഇന്നും ദരിദ്രരാണ്. ആരുണ്ടാക്കി വെച്ചു? ഇവിടെ ഇത്രയും കാലം ഭരിച്ചവർ. അവിടെ നല്ല ടൂറിസത്തിന് സ്കോപ്പുണ്ട്. കാരണം കടലാണ്, നല്ല ശാന്തമായ കടലാണ്. കാരണം അപ്പുറത്തെ മാലിദ്വീപ് നല്ല ടൂറിസത്തിൻ്റെ കാശുണ്ടാക്കുന്നുണ്ട്. എന്തേ ലക്ഷദ്വീപിൽ വരാത്തത്? കാരണം അവിടുത്തെ ആളുകളുടെ ചില കുറഞ്ഞ ആളുകൾ, നല്ല ഭൂരിപക്ഷം എപ്പോഴും നല്ലവരാണ്. പക്ഷെ എപ്പോഴും ഈ ചെറിയൊരു വിഭാഗം നല്ലൊരു പായസത്തിൽ ഇത്തിരി ഉപ്പിട്ടാൽ മതിയല്ലോ കേടുവരാൻ. അപ്പോൾ കുറേ ആളുകൾ നല്ലവരാണെങ്കിലും കുറച്ച് കുനുട്ട് ബുദ്ധികൾ അവരുടെ തീവ്ര മതവികാരങ്ങളൊക്കെ പൊക്കിക്കൊണ്ടുവരുമ്പം ആര് വരും? എന്ത് നടക്കും അവിടെ? സൗന്ദര്യം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. കാശ്മീർ ഒരു കാലത്ത് എത്രയോ സൗന്ദര്യമുള്ള നാടായിട്ട് പോലും, സ്വർഗമായിട്ട് പോലും
ഒരു വിദേശികളും വരാതെയായി പോയത് അവിടെ തീവ്രവാദവും തോക്കും കൊണ്ട് നടന്നു. ഇപ്പോൾ അവിടെ ശരിയാക്കിയെടുത്തു. അപ്പോൾ ഈ തരത്തിലുള്ള തീവ്ര ചിന്തകളെ മാറ്റി അവിടെ എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്നൊരു സൗകര്യം ഉണ്ടാക്കി വെക്കേണ്ടത് സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ്. അപ്പോൾ അവിടെ റിഫോർമേഷൻ വരണം. അതിന് ആ തീവ്രതയിൽ നിന്ന് അതിനെ സേവ് ചെയ്യാൻ നമ്മളെല്ലാവരും കൂട്ടു നിൽക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇവിടെ നമുക്കെല്ലാവർക്കും ഈ വികാരങ്ങളുണ്ട് പ്രകടിപ്പിക്കാൻ. പക്ഷെ അത് മനസ്സിലാക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ ഉന്നതിക്ക് ആ രീതിയിലാക്കിയെടുക്കണമെങ്കിൽ വീണ്ടും നമ്മുടെ മനസ്സിനെ ഒന്ന് കൾച്ചർ ചെയ്യണം, കൾട്ടിവേറ്റ് ചെയ്യണം നല്ല ഗുണങ്ങൾ. അതാണ് സത്വഗുണം. അപ്പോൾ ഈ സത്വഗുണം വരുമ്പോഴാണ് നമ്മൾ കുറച്ച് ജപിക്കാനും ഭജിക്കാനും ഒക്കെ പരിശീലിക്കേണ്ടത്. ഈ ജപം നമ്മൾ പരിശീലിക്കും തോറും നമ്മുടെ ഉള്ളിലേക്ക് നല്ല ചിന്തകളെ നമ്മൾ എനർജിയെ കടത്തിവിടുമ്പോൾ ഉള്ളിലുണ്ടല്ലോ മനസ്സൊന്ന് ശാന്തമാകുമ്പോൾ ഇൻ്റലിജൻസ് ഉണർന്നു വരും. വളരെ ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ശാസ്ത്രീയമായിട്ട് നിങ്ങൾ എൻ്റെ മുന്നിൽ തെളിയിക്കാൻ നിങ്ങൾക്ക്. അതായത് മനസ്സ് ശാന്തമാകുമ്പോഴാണ്, ശ്രീബുദ്ധനൊക്കെ അതാ പറയണത്, മനസ്സ് കെട്ടടങ്ങുമ്പോൾ നിങ്ങളുടെ വിസ്ഡം ഉണരുന്നതാണ്. അപ്പം മനസ്സൊന്ന് ശാന്തമാക്കാൻ ജപത്തിനേറെ ശക്തിയുണ്ട്. അപ്പം ജപിച്ച് മനസ്സ് കെട്ടടങ്ങുമ്പോൾ നമ്മൾ ഉറക്കത്തിലേക്കല്ല പോകുന്നത്. മനസ്സ് ശാന്തമാകുമ്പോൾ, വെള്ളത്തിൽ വീണ ഒരു സാധനം വെള്ളം നല്ല ശാന്തമാകുമ്പോൾ തെളിഞ്ഞു വരുമ്പോൾ കാണാൻ സാധിക്കുന്ന പോലെ നമ്മുടെ വിവേക ബുദ്ധി ഉണരാൻ തുടങ്ങും. അപ്പോൾ ഈ വിവേക ബുദ്ധി ഉണരുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളെയും സഗൗരവം മനസ്സിലാക്കാനുള്ള തീക്ഷ്ണമായ, തീവ്രമായ, ആഴമുള്ളൊരു ബുദ്ധി വികസിക്കാൻ തുടങ്ങും. അപ്പം നമ്മൾ വെറും ഒരു സൂപ്പർഫിഷ്യൽ ലെവലിൽ വായ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ എടുത്തു ചാടി പറയുന്നവരാവില്ല, എന്തും പഠിക്കാതെ പറയുന്നവരാവില്ല. എല്ലാറ്റിൻ്റെയും കാര്യഗൗരവം നമ്മൾ മനസ്സിലാക്കും, എന്നിട്ടേ നമ്മൾ വേണ്ടത് പറയുള്ളൂ. ആ തരത്തിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ സ്വർഗമുണ്ട് ആകാശത്തിൽ, നീ മരിച്ചാൽ നിനക്ക് അവിടെ പോയാൽ അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ് തോക്കെടുത്ത് പോയാൽ സ്വർഗത്തിലല്ല എത്തുക. അവർ ജീവിതം തകരുമെന്ന് മാത്രമല്ല, സമൂഹത്തിന് അവനൊരു ഭാരമായി തീരും. അങ്ങനെ കുറേ എണ്ണത്തിന് വഴി തെറ്റിച്ചുകൊണ്ടാണ് ഇന്ന് തീവ്രവാദം പല രാജ്യങ്ങൾക്കും വലിയ ശാപമായി തീർന്നത്. ഭാരത സംസ്കാരം അതല്ല പഠിപ്പിക്കുന്ന ഓരോ വ്യക്തിയെയും തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലേക്കും, രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്കും. അപ്പം അതിനെന്ത് വേണം? ക്ഷേത്രത്തിൻ്റെ അകം എന്ന് പറയുന്നത്, ക്ഷേത്രത്തിൻ്റെ ഉൾവശം രജോ ഗുണത്തെ സത്വഗുണമാക്കാനുള്ളതാണ്. അവിടെ ജപം, അതുപോലെ തന്നെ പ്രണവോപാസന തുടങ്ങിയ ഉപാസനകൾ അനുഷ്ഠിക്കേണ്ട സ്ഥലമാണ് അകത്ത്. അപ്പോൾ അതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ ഒരു 198 പ്രാവശ്യം നാമം ജപിച്ചും ഒരു 10-21 പ്രാവശ്യം ഓങ്കാരം ജപിച്ചും ഒക്കെ പരിശീലിക്കുമ്പോൾ മനസ്സ് ശാന്തമാവാൻ തുടങ്ങും, കെട്ടടങ്ങാൻ തുടങ്ങും. അതിൻ്റെ ആ ഒരു വെപ്രാളം, അസ്വസ്ഥത അത് കുറയും. അപ്പം നമുക്ക് വേണ്ടത് മാത്രമേ പറയാൻ തോന്നുള്ളൂ. നമ്മളൊന്ന് ഫിൽട്ടർ ചെയ്യും. നമ്മൾ ഇന്നത്തെ ഭാഷയെ പറയില്ലേ, എഡിറ്റ് ചെയ്തിട്ട് പറയുക. ഒന്ന് സെൻസർ ബോർഡിൻ്റെ ജോലി ഉണ്ടല്ലോ, വേണ്ടാത്ത ഭാഗം സെൻസർ ബോർഡ് കട്ട് ചെയ്യുന്ന പോലെ നമ്മളെല്ലാം ഒന്ന് ഒബ്സർവ് ചെയ്യും. ഏത് പറയണം, ഏത് പറയരുത്, ഏത് ചെയ്യണം, ഏത് ചെയ്യരുത്. ഈ എടുത്തുചാട്ടം പലപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ ആ എടുത്തുചാട്ടത്തെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ തീർന്നു. പല ബന്ധങ്ങളും തകർന്നു പോകുന്നതിന് എന്താ കാരണം? എടുത്തുചാട്ടമാണ്. പറയാൻ പാടില്ലാത്ത സ്ഥാനത്ത് കയറി പറയുക, പ്രവർത്തിക്കാൻ പാടില്ലാത്ത പ്രവർത്തിക്കുക, എന്നിട്ട് പറയുക വൈകാരികമായ പ്രക്ഷുബ്ധത കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. ഈ വൈകാരിക പ്രക്ഷുബ്ധത എന്തുകൊണ്ട് വന്നു? സെൽഫ് കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട്. ഈ സെൽഫ് കൺട്രോൾ വരാൻ എന്താ വേണ്ടത്? അതിനാണ് ഈ പറയുന്നതൊക്കെ കുറച്ച് നേരം ജപിക്കണം എന്നൊക്കെ. അപ്പം നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റുമ്പോൾ നമുക്ക് വിവേകമുണ്ടാവും. എവിടെ എന്തു പറയണം, ഇതൊക്കെ നാം മനസ്സിലാക്കാതെ ജീവിച്ചാൽ എന്തെങ്കിലും ചെയ്യുന്നതൊക്കെ അവസാനം അപകടത്തിലായി. ഇനിയുള്ള ഓരോ കാലവും നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. എനിക്ക് യുവാക്കളോടൊക്കെ പറയാനുള്ളതാണ്, നിങ്ങൾ ആവേശത്തിൽ എന്ത് പോസ്റ്റ് ചെയ്താലും നിങ്ങളിടുന്നതൊക്കെ ലോകം മുഴുവൻ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ രാഷ്ട്രത്തിനെതിരെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തു വിചാരിക്കുക, നിങ്ങൾ വിചാരിക്കും ഓ എനിക്ക് ഒരാവേശം ഞാൻ തീർത്തു എന്ന്. അങ്ങനെ നിങ്ങളുടെ ഫുൾ ഡാറ്റ നിങ്ങൾ എടുങ്കൊഴിക്കും. നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ഡാറ്റകളും ഓൾറെഡി സിസ്റ്റം എടുത്തു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ പോയി എന്തെങ്കിലും ഒരു പ്രശ്നം, ഈ സാധനം കുത്തിപ്പൊക്കിയിട്ടായിരിക്കും നിങ്ങളെ പിടിക്കുന്നത്. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ അവർ വളരെയധികം ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം എനിക്ക് യുവാക്കളോട് യുവതികളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ലോകം.
ഇന്നത്തെ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയകളിലെ വാട്സാപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ അക്കൗണ്ട് എല്ലാം ഇത് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് അമേരിക്കയാണെന്ന് മറക്കരുത് നിങ്ങൾ. അവിടുത്തെ സെർവറിലാണ് നിങ്ങൾ ഇടുന്നതെല്ലാം പോയി എത്തുന്നത്. അവർക്ക് വേണ്ടത് സ്റ്റോർ ചെയ്യാനും നിങ്ങൾ എത്ര ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ബാക്ക് ഫയലുകൾ അവരുടെ കയ്യിലുണ്ടെന്ന് ഓർക്കുക. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ അവിടെ കുരുങ്ങും. നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴല്ലെങ്കിൽ നാളെ അത് ബുദ്ധിമുട്ടാവും. ഇവിടെ നിങ്ങൾ പലതും എടുത്തു ചാടി പ്രകോപനകരമായിട്ടൊക്കെ പറയാം. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഭാവി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒന്നും പറയാതിരിക്കണം എന്നല്ല, പറയണം. കാര്യങ്ങളെ പഠിച്ച് വിശദമായി മനസ്സിലാക്കി നമ്മൾ പറയണം. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ പറയാൻ സാധിക്കണം. ഏതായാലും ബുദ്ധിഭേദം ജനയത് എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള അർത്ഥം എത്രയുണ്ടെന്ന് നോക്കൂ. ഏതായാലും ഈ കാര്യത്തിൽ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതെന്താണത്? അത് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം, ഹരി ഓം.